ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി കള്ളഗർഭം ധരിച്ചിരിക്കുകയാണെന്നുള്ള വിവരം സത്യഭാമയുടെ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ് സുസ്മിത. ആ വാക്കുകൾ കേട്ട് സത്യഭാമ വിശ്വസിക്കാനാകാതെ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഉടനെ തന്നെ സത്യഭാമയുടെ മുന്നിൽ വീണ്ടും സുസ്മിത പറഞ്ഞു, ഇവിടെ കള്ളഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞത് വേറെ ആരെയും കുറിച്ചല്ല, ഭാമാന്റെ മരുമകളുണ്ടല്ലോ ഈ ശാലിനി, അവളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടതും സത്യഭാമ സുസ്മിതയ്ക്ക് നേരെ കയർത്തുകൊണ്ട് പറഞ്ഞു, അതെ, നീ വെറുതെ നുണക്കഥകളൊന്നും ഇവിടെ പറയണ്ട. പെരുങ്കള്ളി ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നീ വെറുതെ ഇവിടെ നുണക്കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. ശാലിനി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് സത്യഭാമ സുസ്മിതയുടെ നാവടപ്പിക്കാനായി ശ്രമിച്ചു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, എന്നാൽ ഞാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. സുസ്മിതയെ ഇനിയും ഇവിടെ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ശാലിനി കള്ളം ഗർഭം ധരിച്ചിരിക്കുന്ന വിവരം ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അല്ലാതെ ഇവിടെ വന്ന് നുണ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ശാലിനിയെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് സുസ്മിത അറിയിച്ചതും സത്യഭാമ പറഞ്ഞു, അതിന് നിനക്ക് എന്താ തെളിവുള്ളത് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു, എനിക്ക് ശാലിനിയെ പ്രത്യേകിച്ച് ദ്രോഹിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. ശാലിനിയെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കേണ്ട ആവശ്യവും എനിക്കില്ല. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ വിഷ്ണുവേട്ടൻ വെറുതെ എന്നെ പ്രകോപിപ്പിച്ചു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യം അറിയിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു, നിന്റെ ഈ വാക്കുകൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതും സുസ്മിത സത്യഭാമയോട് അറിയിച്ചു, ഞാൻ പറയുന്നത് വിശ്വസിക്കില്ല എന്ന് പറയുന്നതിന് എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എനിക്ക് എന്റെ മരുമകളെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് നീ പറഞ്ഞ സ്ഥിതിക്ക് ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണുള്ളത്. നീ തന്നെ അത് തെളിയിക്കണം എന്ന് പറഞ്ഞതും, എന്നാൽ വ്യക്തമായ തെളിവ് ഞാൻ കാട്ടിയാലോ എന്ന് സുസ്മിത വെല്ലുവിളിച്ചതും സത്യഭാമ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് കാണിക്കുവാനായി ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും സുസ്മിത തന്റെ മൊബൈലിലുള്ള ആ വീഡിയോ ഉടനെ തന്നെ സത്യഭാമയുടെ നേരെ കാട്ടുന്നു. ദാ ഇത് നോക്കിക്കോ, എന്നിട്ട് ഭാമാന്റെ പറ എന്ന് പറഞ്ഞു സുസ്മിത ആ വീഡിയോ സത്യഭാമയ്ക്ക് നേരെ നീട്ടി. സത്യഭാമ ആ വീഡിയോ നോക്കിയതും വിഷ്ണുവും ശാലിനിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആ വാക്കുകളായിരുന്നു അവർ കണ്ടത്. വിഷ്ണു അത് കേട്ടതും ആകെ ഞെട്ടലോടെ നോക്കുന്നു. ശാലിനി വിഷ്ണുവിനോട് പറയുന്നത്, നാളെ എന്റെ സീമന്തമാണ്, ഗർഭിണിയല്ലാത്ത എനിക്ക് സീമന്തം എന്ന് പറഞ്ഞ ശാലിനിയുടെ വാക്കുകൾ എല്ലാവരും കേൾക്കാനിടയായി. അങ്ങനെ ആ വീഡിയോ എല്ലാവർക്കും മുന്നിൽ വെച്ച് സത്യഭാമ പ്ലേ ചെയ്തതോടെ എല്ലാവരും അത് കേട്ട് ഞെട്ടിത്തിരിച്ചു നിന്നു. ഉടനെ തന്നെ എല്ലാം ഇതോടെ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷം ശാലിനി മറ്റുള്ളവരും ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ സത്യഭാമയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റു സ്ത്രീകളെല്ലാവരും സത്യഭാമയും കുടുംബത്തെയും നോക്കി അടക്കത്തിൽ ചിരിക്കുന്നു. ഇത് കണ്ട ഉടനെ വിഷ്ണു ഇത്രയും വലിയൊരു തെളിവുമായിട്ട് സുസ്മിത അവിടേക്ക് വന്നതിനെ കുറിച്ച് ആകെ ടെൻഷനോടെ വിഷ്ണു നോക്കുമ്പോൾ സത്യഭാമ ആ മൊബൈൽ ഫോണിൽ കണ്ട വീഡിയോ കണ്ട് ആശ്ചര്യത്തോടെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും ശാലിനിയുടെ വിഷ്ണുവിന്റെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ എത്തുന്നതിന് മുമ്പ് തന്നെ സുസ്മിത അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. ഇത് കണ്ട ഉടനെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമയുടെ കൂട്ടുകാരിമാർ പലരും പറഞ്ഞു, കണ്ടില്ലേ, ഇപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായി പുറത്തു വന്നത്. പാവം ഭാമയെ എല്ലാവരും ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു. ഒരു പെൺകൊച്ച് ഗർഭിണിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇവിടെ വന്ന് അഭിനയം നടത്തിയിട്ട് പാവം ഭാമ മാത്രം അതൊന്നും അറിഞ്ഞില്ല. ഭാമയെ എല്ലാവരും കൂടി ചതിച്ചില്ലേ എന്നൊക്കെ അവർ പറയുന്നത് വിഷ്ണുവും മറ്റെല്ലാവരും തന്നെ ചതിക്കുകയായിരുന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ സത്യഭാമ ആകെ ഞെട്ടലോടെ നിന്നു. വിഷ്ണു തന്നോട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാകാതെ സത്യഭാമ എങ്ങനെ അന്തിച്ചു നിൽക്കുമ്പോഴേക്കും ഉടനെ രാഘവൻ നായർ വിളിച്ചിട്ട് പറഞ്ഞു, ഭാമേ, നീ ഇവളെ വിശ്വസിക്കരുത്, ഇവള് പറയുന്നതൊക്കെ പെരുങ്കള്ളമാണ് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു സുസ്മിത കാണിച്ച ആ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ, ഇതൊക്കെ വെറും ഗ്രാഫിക്സ് ആണ് അമ്മേ, ഇതൊക്കെ അവൾ ഗ്രാഫിക്സിലൂടെ കാണിച്ചതാണ്, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് വിഷ്ണു സ്ഥാപിച്ചെടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടനെ സുസ്മിത പറഞ്ഞു, അതെ അതെ, ഇത് ഗ്രാഫിക്സ് തന്നെയാണ്, എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നതേ ഹോളിവുഡിലുള്ള ഗ്രാഫിക്സ് റെഡിയാക്കുന്ന ആളുകളാണ്, മനസ്സിലായോ എന്ന് പറഞ്ഞ് ഗ്രാഫിക് ടെക്നീഷ്യന്മാരാണ് എനിക്കിത് ശരിയാക്കി തന്നത്. ശാലിനിയുടെയും വിഷ്ണുവേട്ടനെയും ഒക്കെ ശബ്ദം അവരാണ് എനിക്ക് റെഡിയാക്കി തന്നത്. ഇനി ഇതും അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. രോഹിത്തിന്റെ താലി കഴുത്തിലണിഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന ശ്യാമ ഇവളുടെ മുൻ കാമുകൻ ദീപകിനെ കാണാനായി റെസ്റ്റോറന്റിൽ പോയിരുന്നു. അതും രോഹിത്തിനെ വിളിച്ചുകൊണ്ട് തന്നെ. അവിടെ വെച്ച് അവൻ ശ്യാമയെ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത് കേട്ട് അതിന്റെ മനോവിഷമത്തിൽ ശ്യാമ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതുവഴി വന്ന വണ്ടിക്ക് മുന്നിലേക്ക് എടുത്തു ചാടി അങ്ങനെ ഹോസ്പിറ്റലായി. ആ വിവരം അറിഞ്ഞ് അവിടെ എത്തിയ ഭാമാന്റിയുടെ മുന്നിലേക്ക് സത്യങ്ങൾ പറയാനുള്ള മടി കൊണ്ട് വിഷ്ണുവേട്ടൻ ഒരു കള്ളക്കഥ പറഞ്ഞു, ശാലിനി ഗർഭിണിയാണെന്നുള്ള കാര്യം. അതും കള്ളമാണെന്ന് ഞാൻ പറയുന്നു. അത് മാത്രമല്ല, വിഷ്ണുവേട്ടൻ കൈക്കൂലി കൊടുത്തുകൊണ്ട് അവിടുത്തെ ഡോക്ടറെ കൊണ്ട് ശാലിനി പ്രഗ്നന്റ് ആണെന്നുള്ള റിപ്പോർട്ട് ഭാമാന്റിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്തതുമല്ല, അതും കള്ളമാണ് എന്ന് വിഷ്ണു ചെയ്ത കാര്യങ്ങളൊക്കെ സുസ്മിത സത്യഭാമയുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഒന്നും മിണ്ടാനാകാതെ നിൽക്കുമ്പോൾ ഉടനെ രാഘവൻ ഭാമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാമയെ, ഇവിടെ ഒരു കാരണവശാലും
കാരണവശാലും വിശ്വസിക്കരുത്. സർലയുടെ മകളാണിവൾ. അതുകൊണ്ട് അറിയാമല്ലോ, ശാലിനിയോടും വിഷ്ണുവിനോടും പ്രത്യേകിച്ച് വൈരാഗ്യവും വിരോധവും ഉള്ളവൾ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളുടെ വാക്കുകൾ വിശ്വസിക്കരുത് ഭാമേ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ രാഘവൻ നായർ സുസ്മിതയെ വിശ്വസിക്കരുതെന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ രാഘവൻ നായരെ നോക്കി സത്യഭാമ പറഞ്ഞു, ഇല്ല രാഘവേട്ട, ഞാൻ ഒരിക്കലും ഇവളെ വിശ്വസിക്കുന്നില്ല എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ആശ്വസിച്ച് എന്ന രീതിയിൽ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ നിർത്താതെ തന്നെ പറഞ്ഞു, പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഇവൾ പറയണം എന്ന് പറഞ്ഞ് ശാലിനിയെ ചൂണ്ടി സത്യഭാമ സത്യങ്ങൾ ശാലിനിയുടെ നാവിൽ നിന്ന് തന്നെ തനിക്ക് അറിയണമെന്ന് നിർബന്ധത്തോടെ പറഞ്ഞു. അത് കേട്ടതോടെ ശാലിനി ആകെ തകർന്ന അവസ്ഥയിലിരിക്കുന്നു. എല്ലാ സത്യങ്ങളും സത്യഭാമ അറിഞ്ഞു. ഇനി എങ്ങനെ ഇത് നേരിടുമെന്നുള്ള ആശങ്കയിൽ ആകെ തകർന്ന മനസ്സുമായി ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമ ശാലിനിക്ക് അരികിലേക്ക് എത്തി പറഞ്ഞു, മോളെ, നിന്നെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിന്നെ അവിശ്വസിച്ചിട്ടുമല്ല. പക്ഷേ ഇപ്പോ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവള് നമ്മുടെ കുടുംബത്തെ എല്ലാം അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. നിന്റെ മേലാണ് ഇവൾ അധിക്ഷേപം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇവളെ കൊണ്ട് ഞാൻ ക്ഷമ പറയിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അതിനു മുൻപ് മോൾ തന്നെ ഇതിനുള്ള മറുപടി എനിക്ക് നൽകണം. മറ്റാരെയും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവൾ പറയുന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നമ്മളോടും നമ്മുടെ കുടുംബത്തോടും ഇവൾക്കുള്ള വൈരാഗ്യവും വിദ്വേഷവും എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഉപരി ശാലിനിയോടും വിഷ്ണുവിനോടുമുള്ള അവളുടെ ദേഷ്യവും പകയും ഒക്കെ അതിപ്പോ എന്നോട് കൂടി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുന്നതിന് വേണ്ടിയും നാണം കെടുത്തുന്നതിന് വേണ്ടിയും മനഃപൂർവ്വം കെട്ടിച്ചമച്ച് പല കാര്യങ്ങളുമായി ഇവള് നമുക്ക് മുന്നിൽ എത്തിയതാണെന്നും നമ്മുടെ കുടുംബത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവൾ നടത്തുന്നതെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ പൊന്നുമോള് തന്നെ എനിക്ക് ഇതിനുള്ള മറുപടി നൽകണം. ഞാൻ നിന്നെ അവിശ്വസിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഈ നാട്ടുകാരെങ്കിലും ഇപ്പോ ഇത് പലരെങ്കിലും ഇതിൽ പല കാര്യങ്ങളും കേട്ടറിഞ്ഞ് അവർ തെറ്റിദ്ധാരണയോടെ പലതും ചിന്തിച്ചു കൂട്ടിയേക്കും. അതിനൊക്കെ ഒരു മറുപടി കൊടുക്കണം. എന്റെ മരുമകൾ കുടുംബം നോക്കാതെ അങ്ങനെ ഈ പറഞ്ഞവരൊക്കെ പോലെ അവരെല്ലാവരും ചിന്തിക്കുന്നത് പോലെ കുടുംബം നോക്കാതെ തോന്നുവാസം നടക്കുന്നവളല്ല എന്ന് എനിക്ക് അവർക്ക് മുന്നിൽ തെളിയിക്കണം. അതിന് എന്റെ മോളുടെ നാവിൽ നിന്ന് ഒരു വാക്ക് എനിക്ക് കേട്ടാൽ മതി. ഈ പറഞ്ഞതെല്ലാം കളവാണെന്ന്, ഈ പെരുങ്കള്ളി പറഞ്ഞതെല്ലാം നുണയാണ് എന്നുള്ള കാര്യം അത് എന്റെ മോൾ എന്നോട് പറയണം. എനിക്ക് അത് മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയോട് ആ ഒരു വാക്ക് പറയാനായി ആവശ്യപ്പെട്ടു. ശാലിനി എന്ത് പറയണമെന്നറിയാതെ ആകെ വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണുവും സത്യാമ്മയുടെ മുന്നിൽ മറുപടി ഒന്നും പറയാനാകാതെ ആകെ സങ്കടപ്പെട്ടു നിന്നു. ഉടനെ സത്യഭാമ പറഞ്ഞു, മോളെ, നീ എന്നോട് പറയണം സത്യം. എന്റെ മോന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേർന്ന് നിന്നെ അവിശ്വസിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ നിന്റെ മേലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നീ എല്ലാവർക്കുമുള്ള മറുപടി പറയണം. അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് സത്യാമ്മ ശാലിനിയോട് സത്യം ചെയ്യാനായി ആവശ്യപ്പെട്ടു. ദാ ഈ വയറ്റിലുള്ള ഈ കുഞ്ഞാണേ വിഷ്ണുവിനും ശാലിനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞാണെങ്കിൽ സത്യം. നീ ഈ സത്യം എന്നോട് പറയണം. ഇവൾ പറഞ്ഞതെല്ലാം പെരും കള്ളമാണെന്നുള്ള കാര്യം എന്നോട് പറ മോളെ. അങ്ങനെ നീ എനിക്ക് സത്യം ചെയ്തു തന്നാൽ ഈ നിമിഷം ഇവിടെ വന്ന് ഇത്രയും വലിയ നുണക്കഥ പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിച്ച ഇവളെ ഈ ഗേറ്റിന് വെളിയിലേക്ക് വലിച്ചെറിയും ഞാൻ എന്ന് സത്യഭാമ സുസ്മിതയെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും സുസ്മിത ആകെ ടെൻഷനോടെ നിന്നു. ദൈവമേ, അവൾക്ക് നിസ്സാരമായ നുണ പറഞ്ഞ് രക്ഷപ്പെടാവുന്നതല്ലേ ഉള്ളൂ. അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അവൾ അത് പറയും. എനിക്ക് ഉറങ്ങുന്നതിന് മുൻപ് ഒരു ദിവസം ഒരു നുണയെങ്കിലും പറഞ്ഞില്ല എങ്കിൽ എനിക്ക് ഉറക്കം പോലും വരില്ല. ആ സ്ഥിതിക്ക് ഇവളിപ്പോ നുണ പറഞ്ഞാൽ എന്റെ കാര്യം വല്ലാത്ത അവസ്ഥയിലാവുമല്ലോ. ദൈവമേ, മനഃപൂർവ്വം ഞാൻ എന്തിനാ ഈ ഊരാക്കുടുക്കിൽ വന്ന് പെട്ടത്? ശരിക്കും അവക്കിട്ടൊരു പണി കൊടുക്കാൻ വന്നിട്ട് അവസാനം ഞാൻ കുടുക്കിൽ ചെന്ന് പെട്ട അവസ്ഥയിലായല്ലോ എന്നെല്ലാം മനസ്സിലാലോചിച്ച് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് സുസ്മിത അങ്ങനെ നിന്നു. എന്തായാലും ഇവള് നുണ പറഞ്ഞ് രക്ഷപ്പെടും തീർച്ച എന്നൊക്കെ സുസ്മിത ആശങ്കപ്പെടുകയും ഇങ്ങനെ താൻ ഇതിൽ നിന്ന് തലയൂരുമെന്നോർത്ത് വല്ലാതെ വിഷമിക്കുകയും ചെയ്തുകൊണ്ട് സുസ്മിത അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനിയുടെ കൈ അവളുടെ വയറ്റിലേക്ക് വെപ്പിച്ച് സത്യം ചെയ്യാനായി ആവശ്യപ്പെട്ടു. ഇത് കേട്ട ഉടനെ രാഘവൻ പറഞ്ഞു, ഭാമേ, എന്താ താനീ പറയുന്നത്? ജനിക്കാൻ നീക്കുന്ന കുഞ്ഞിനെ വെച്ചൊക്കെ സത്യം ചെയ്യിക്കുന്നോ എന്ന് ചോദിച്ചത് സത്യഭാമ പറഞ്ഞു, രാഘവേട്ട, സത്യമാ ചെയ്യുന്നത്. അത് സത്യം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനോ മറ്റുള്ളവർക്കോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് ഒരാപത്തും വരില്ല. അത് രാഘവേട്ടൻ അക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. മോളെ, നീ എന്നോട് പറ, സത്യം ചെയ്യേ എന്ന് ശാലിനിയെ സത്യഭാമ നിർബന്ധിച്ചു. അവസാനം ശാലിനി തന്റെ വയറ്റത്ത് കൈവച്ച് സത്യം ചെയ്യുമെന്നുള്ള രീതിയിൽ അങ്ങനെ ശാലിനി നിൽക്കുമ്പോൾ ശാരദാമ്മയും ശ്യാമയും ശാരികയും ഒക്കെ സത്യങ്ങൾ അറിയാവുന്ന ആ മറ്റുള്ളവരെല്ലാവരും ആശങ്കയോടെ എന്താണ് ശാലിനി പറയാൻ പോകുന്നതെന്ന് ഓർത്ത് കാത്തു നിൽക്കുന്ന നിമിഷം ശാലിനി വേഗം തന്റെ വയറ്റിൽ നിന്ന് കൈ പിൻവലിച്ചിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ പറയാനാവില്ല സത്യാമ്മേ. എനിക്ക് ഇത് കളവാണെന്ന് പറയാനാവില്ല. സുസ്മിത പറഞ്ഞത് നുണയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
കാരണം എന്റെ വയറ്റിൽ കുഞ്ഞില്ല സത്യാമ്മേ എന്ന് ശാലിനി ഉറക്കെ വിളിച്ചു പറയുന്നു. ആ വാക്ക് കേട്ട് എല്ലാവരും ആകെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ സത്യഭാമയ്ക്ക് മാത്രം അത് ഉൾക്കൊള്ളാനാകാതെ ആകെ ഞെട്ടിത്തെറിച്ചു നിന്നു. ഉടനെ രാഘവൻ നായർ ഭാമേ എന്ന് വിളിച്ചതും സുസ്മിത അപ്പോഴേക്കും ആലോചിച്ചു, ദൈവമേ, ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്ത് വല്ലതും പിടിച്ചോ, ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സുസ്മിത ഞെട്ടലോടെ നോക്കി നിന്നു. അപ്പോഴേക്കും സത്യഭാമയ്ക്ക് ശാലിനി പറഞ്ഞത് സത്യമാണെന്ന് ഉൾക്കൊള്ളാനാകാത്ത വല്ലാത്തൊരു വേദനയിൽ ആശങ്കയിലും അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സത്യഭാമയെ രാഘവൻ നായർ വിളിച്ചത് കേട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നതുപോലെ സത്യഭാമ രാഘവൻ നായരെ നോക്കിയിട്ട് പറഞ്ഞു, അത് ശരി, അപ്പോ ഞാനാണ് ഇവിടെ വിഡ്ഢിയായത് അല്ലെ എന്ന് ചോദിച്ച് സത്യഭാമ ആകെ തകർന്ന മനസ്സോടെ നിന്നു. ഉടനെ തന്നെ ശാലിനി എന്നോട് ക്ഷമിക്കണം സത്യാമ്മ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ കാല് പിടിച്ച് പൊട്ടിക്കരയുന്നു. സത്യാമ്മയ്ക്ക് അത് സഹിക്കാനാകാത്തതിലും അപ്പുറമായതുകൊണ്ട് വേഗം തന്നെ ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിന്നോട് ഞാൻ ക്ഷമിക്കണമെന്നല്ലേ, ഇത്രയും വലിയൊരു ചതി എന്നോട് കാണിച്ചിട്ട് ഞാൻ നിന്നോട് ക്ഷമിക്കണമെന്നല്ലേ എന്ന് ചോദിച്ച് സത്യഭാമ ശാലിനിയുടെ നേരെ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അത് കണ്ടുനിന്ന രോഹിത് പറഞ്ഞു, സത്യാമ്മേ, ഇതിനെല്ലാത്തിനും ഞാനും സാക്ഷിയാണ് സത്യാമ്മേ, ഞാനും കാരണക്കാരനാണ്. അന്ന് ശ്യാമയും ദീപക്കും തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു. എന്റെ മുന്നിൽ വെച്ചാണ് ഇവർ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. എല്ലാം എല്ലാം അവസാനിപ്പിച്ചത് അന്നായിരുന്നു. അതിനുശേഷം ഇപ്പോ ഞങ്ങൾ തമ്മിൽ എത്ര സ്നേഹത്തിലാണെന്ന് സത്യാമ്മയ്ക്ക് അറിയാമല്ലോ. ശ്യാമ അവളുടെ പ്രാണനേക്കാളേറെ ഇപ്പോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തോടെയുള്ള ജീവിതം സത്യാമ്മ കാണുന്നതല്ലേ എന്ന് രോഹിത് പറയുമ്പോ അത് ഏറ്റു പറയാനായി ശ്യാമ അരികിലേക്ക് ഓടിയെത്തി. അതെ സത്യാമ്മ, എനിക്ക് വേണ്ടിയാണ് എന്റെ കുഞ്ഞേച്ചി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്റെ കുഞ്ഞേച്ചി എന്റെ ജീവിതം തകരാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത്. സത്യാമ്മ, എന്റെ കുഞ്ഞേച്ചിയോട് ക്ഷമിക്കണം സത്യാമ്മ എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് ശ്യാമ തന്റെ തെറ്റേറ്റു പറഞ്ഞു. അതിനുശേഷം വിഷ്ണു അരികിലേക്ക് എത്തി പറഞ്ഞു, അമ്മേ അമ്മേ, ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ലേ അമ്മയോട് പറഞ്ഞത് ശാലിനി ഗർഭിണിയാണെന്നുള്ള കാര്യം. ശാലിനി ഒരിക്കലും അമ്മയോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞ തെറ്റാണ്. ശാലിനിയോട് ക്ഷമിക്കണം. ശാലിനി ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയെ രക്ഷിക്കാനായി സംസാരിക്കുമ്പോൾ ഉടനെ അത് കേട്ട് നിന്ന് അർജുന അരികിലേക്ക് എത്തി. സത്യാമ്മേ, അപ്പോഴത്തെ അവസ്ഥയിൽ അവരൊരു കളവ് പറഞ്ഞതാണ്. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലല്ലോ സത്യാമ്മേ. ഇവർക്ക് ശ്യാമയുടെയും രോഹിത്തിന്റെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞതും പ്രീതി വേഗം അരികിലേക്ക് എത്തി പറഞ്ഞു, അമ്മേ, അമ്മയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യസ്ഥിതി വെച്ചിട്ടാണ് ഈ സത്യം അമ്മയോട് പിന്നീട് പറയാൻ എല്ലാവരും മടി കാട്ടിയത്. അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ട് അത് തിരുത്താനായി പലവട്ടം ശ്രമിച്ചിട്ടും അത് അമ്മയ്ക്ക് മുന്നിൽ പറയാനായി കഴിയാതെ പോയതും അതുകൊണ്ടാണ്. അമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില ഓർത്തിട്ട് അതുകൊണ്ടാണ് അമ്മ, അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ശ്യാമയ്ക്കും ശാലിനിക്കും വേണ്ടി പ്രീതിയും അങ്ങനെ ഒരു അപേക്ഷ സത്യാമ്മയ്ക്ക് മുന്നിൽ വെക്കുന്നു. അപ്പോഴേക്കും സത്യഭാമ സങ്കടത്തോടെ രാഘവൻ നായരെ വിളിച്ചു. രാഘവേട്ട ഇത് കേട്ട ഉടനെ രാഘവൻ നായർ വളരെ വിഷമത്തോടെ സത്യഭാമയോട് പറഞ്ഞു, ഭാമേ, നമ്മുടെ മക്കളല്ലേ, അവർക്ക് ഒരു തെറ്റ് പറ്റി, അവരോട് നീ ക്ഷമിക്കു ഭാമേ എന്ന് രാഘവൻ നായരും ക്ഷമിക്കാനേ ആവശ്യപ്പെട്ടു. രാഘവൻ നായരുടെ കൂടി തീരുമാനവും അഭിപ്രായം കേട്ടതോടെ സത്യാമ്മ ആകെ തകർന്നു നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ സത്യഭാമ വേഗം തന്നെ ശാരദാമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു. ശാലിനിയെ മാറ്റി നിർത്തി സത്യാമ്മ ശാരദാമ്മയുടെ അരികിലേക്ക് പോയതും ശാരദാമ്മേ എന്ന് വിളിച്ചു. അത് കേട്ട ഉടനെ സത്യഭാമ എന്ത് പറയാനാണ് ഒരുങ്ങുന്നതെന്നറിയാതെ ശാരദാമ്മ വേഗം സത്യാമ്മയുടെ നേരെ നോക്കിയതും സത്യാമ്മ പറഞ്ഞു, ശാരദാമ്മേ, നിങ്ങളുടെ മക്കളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയുന്നത് കേട്ട് ശാരദാമ്മ ആകെ വിഷമത്തോടെ സത്യാമ്മയുടെ അരികിലേക്ക് കൈകൂപ്പി കൊണ്ടുവന്നു. സത്യാമ്മയെ, എന്റെ മക്കളോട് ക്ഷമിക്കണം സത്യാമ്മേ എന്ന് പറഞ്ഞതും ഇല്ല ഇല്ല ശാരദാമ്മേ, നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയാമായിരുന്നു, നിങ്ങളും അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞതും ശാരദാമ്മ സത്യാമ്മയുടെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞു, എന്റെ മക്കളോട് സത്യാമ്മ ഒരു വട്ടം കൂടി ക്ഷമിക്കണം. ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സത്യാമ്മയെ, ഒരു വട്ടം കൂടി അവരോട് ക്ഷമിക്കണം സത്യാമ്മയെ, ഞാൻ സത്യാമ്മയുടെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് ശാരദാമ്മ സത്യാമ്മയുടെ കാല് പിടിച്ച് കരയുന്നു. എന്നിട്ടും സത്യാമ്മ അത് കേൾക്കാതെ, ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് ഇനി വേറൊരു അഭിപ്രായമില്ല. എന്നെ എല്ലാവരും എന്നോട് കാണിച്ചത് എന്താണെന്ന് ശാരദാമ്മയ്ക്ക് അറിയാവല്ലോ. കള്ളം പറഞ്ഞതിനല്ല. എന്നിട്ടും അത് ഇത്രയും നേരമായിട്ടും ഇതുപോലെ നാട്ടുകാരുടെ മുന്നിൽ എന്നെ ഒരു കോമാളിയാക്കി നിർത്തി അതിനുകൂടി ഇവരെല്ലാവരും കൂട്ടുനിന്നു. അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കി. അതുകൊണ്ടാണ്, ആ കാരണത്താലാണ് എനിക്ക് ഇത് ക്ഷമിക്കാനാകാത്തത്. ഒരിക്കലും എനിക്കിത് ക്ഷമിക്കാനാവില്ല. ഇനി മേലാൽ ഇവരെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ശാരദാമ്മയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് സത്യഭാമ ശാരദാമ്മയുടെ ദേഷ്യത്തോടെ പറഞ്ഞു. ശാരദാമ്മ എഴുന്നേൽക്കാതെ സത്യാമ്മ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് കാൽച്ചൂട്ടിൽ കിടക്കുമ്പോ സത്യാമ്മയോട് ഇനിയെങ്കിലും അപേക്ഷിക്കുന്ന രീതിയിൽ ശാരദാമ്മ സംസാരിക്കുന്നത് കണ്ട് മനസ്സ് തകർന്ന വിഷ്ണുവും
രാഘവൻ നായരും എല്ലാം നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു, ശാരദാമ്മേ, ഞാൻ നിങ്ങളുടെ മക്കളോട് ക്ഷമിച്ചിരിക്കുന്നു. അത് കേട്ടതും എല്ലാവരും ആശ്വാസത്തോടെ നോക്കുമ്പോ സത്യാമ്മ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ. ഇനി ഒരിക്കൽ പോലും എനിക്ക് ഇവരെ കാണരുത്, എന്റെ കൺമുന്നിൽ ഇവർ വന്നു പോകരുത് എന്ന് പറഞ്ഞ് സത്യഭാമ ശാലിനിയെയും ശ്യാമയെയും വിളിച്ചുകൊണ്ട് പൊയ്ക്കോളാനായി സത്യഭാമ വീണ്ടും ശാരദാമ്മയോട് അറിയിച്ചു. എല്ലാം കേട്ടു നിന്ന വിഷ്ണുവും രോഹിത്തുമൊക്കെ മറുപടി ഒന്നും പറയാനാകാതെ ആകെ അങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ രാഘവൻ നായരും ഇതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിന്നു. ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു, മക്കളെ വിളിച്ചുകൊണ്ട് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുമ്പോ എന്ത് പറയണമെന്ന് അറിയാതെ ശാരദാമ്മ ആകെ തകർന്നു നിന്നു. ഇനിയും ഇവരെ വിളിച്ചുകൊണ്ട് പോയില്ല എങ്കിൽ രണ്ടിനെയും പിടിച്ച് വലിച്ചു ഞാൻ പുറത്തെറിയും എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടതും ഉടനെ തന്നെ ശാരദാമ്മ വേഗം ശാലിനിയെ നോക്കി, ശാലിനി വാ ഇറങ്ങാം എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകാമെന്ന് ശാരദാമ്മ തീരുമാനിക്കുന്നു. ഉടനെ തന്നെ ശാരദാമ്മയുടെ ആ വാക്ക് കേട്ട് ശാലിനി ആകെ ഞെട്ടലോടെ വിഷ്ണുവിന്റെ കൈ പിടിച്ചെന്ന ശാലിനി ആ കൈ വിടുവിച്ച് ആകെ ഞെട്ടിത്തച്ചങ്ങ് നിൽക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. വിഷ്ണു ശാലിനിയുടെ ഇടകൈ തന്റെ വലം കൈക്കുള്ളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ്മ ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, വാടി ഇറങ്ങാം. അത് കേട്ടതും ശ്യാമ ആകെ വിഷമത്തോടെ രോഹിത്തിനെ നോക്കി. ഈ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ആ വീടിന്റെ പടിയിറങ്ങാനായി തീരുമാനിച്ച് ഇരുമക്കളുമായി പോകാനായി ഒരുങ്ങുന്ന ശാരദാമ്മയുടെ അരികിലേക്ക് പെട്ടെന്ന് രോഹിത്ത് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇല്ല ശാരദാമ്മേ, ഇല്ല എന്ന് പറഞ്ഞ് രോഹിത്ത് വേഗം ശ്യാമയുടെ അരികിലേക്ക് ചെന്ന് നിന്നു. ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് രോഹിത്ത് പറഞ്ഞു, ഇല്ല ശാരദാമ്മേ, ഇവളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. ഇവളെ ഒരു കാരണവശാലും എന്തിന്റെ പേരിലാണെങ്കിലും എനിക്ക് ഒരിക്കലും വിട്ടുതരാനാവില്ല. മരണം വരെ, മരണത്തിന് പോലും ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല എന്ന് ഞാൻ ശ്യാമയ്ക്ക് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് ശ്യാമയെ വിട്ട് ഇനി രോഹിത്തിന് മറ്റൊരു ജീവിതമില്ല. ശ്യാമയെ ഞാൻ വിട്ടുതരില്ല ശാരദാമ്മേ എന്ന് പറഞ്ഞ് രോഹിത്ത് ശ്യാമയെ പോകാൻ അനുവദിക്കില്ല എന്നറിയിച്ച് തന്റെ തീരുമാനം സത്യാമ്മയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി അങ്ങനെ നിൽക്കുമ്പോ സത്യാമ്മ കലിയോടെ രോഹിത്തിനെ നോക്കുന്നു. ശാലിനിയും വിഷ്ണുവും അതുപോലെ തന്നെ സത്യാമ്മയോട് എതിർത്ത് പറയാനായി അങ്ങനെ നിൽക്കുമ്പോ രോഹിത്തിന്റെ വാക്കുകൾ കേട്ട് ആകെ തകർന്ന് എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ശാലിനിയും വിഷ്ണുവും പകച്ചു നിൽക്കുന്നു.